നമസ്കാരം. എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ. രാജ്യം 80ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ ദിവസം കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും ഭാഗത്തു നിന്നും സന്തോഷകരമായ ഒട്ടേറെ പ്രഖ്യാപനങ്ങളാണ് എത്തിയിരിക്കുന്നത്. അതെല്ലാം ഓരോന്നോരോന്നായി നോക്കാം. ആദ്യമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന പദ്ധതികളാണ്. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായി സൗജന്യ ഓൺലൈൻ കോച്ചിംഗ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അതുകൂടാതെ 1 കോടി യുവാക്കൾക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പരിശീലനം നൽകുമെന്നും പ്രധാനമന്ത്രി തന്റെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പറഞ്ഞു. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന പാവപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് കോച്ചിംഗ് ക്ലാസുകൾ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെന്നും കേന്ദ്ര സർക്കാർ വിവിധ പരീക്ഷകൾക്കായി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് സൗജന്യ ഓൺലൈൻ കോച്ചിംഗ് നൽകുമെന്നും മോദി പറഞ്ഞു. തങ്ങളുടെ കുട്ടിയെ കോച്ചിംഗ് ക്ലാസ്സിലേക്ക് അയച്ചില്ലെങ്കിൽ അത് നാണക്കേടാണെന്നാണ് ഓരോ മാതാപിതാക്കളും ചിന്തിക്കുന്നത്. അവർക്ക് ഞാൻ ഉറപ്പ് നൽകുന്നു, കോച്ചിങ്ങിനായി ചിലവഴിക്കുന്ന ആയിരക്കണക്കിന് കോടി രൂപ ലാഭിക്കാൻ അവരെ സഹായിക്കും. ഇതുവഴി കുട്ടികളോട് അടുത്തിടപഴകാനും അവരെ പരിപാലിക്കാനും ഈ കുടുംബങ്ങൾക്ക് സാധിക്കുന്ന തരത്തിൽ സർക്കാർ ഇടപെടും. ഞങ്ങളുടെ പക്കൽ ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്. ഞങ്ങളുടെ പക്കൽ മികച്ച പ്രതിഭകളും അധ്യാപകരുമുണ്ട്. ഈ വിഭവങ്ങളെല്ലാം ഒരുമിച്ച് കൊണ്ടുവന്ന് രാജ്യത്തെ യുവാക്കൾക്ക് സൗജന്യ കോച്ചിംഗ് നൽകുന്നതിനായി സമ്പൂർണ്ണ ശൃംഖല നിർമ്മിക്കുമെന്നാണ് മോദി പറഞ്ഞത്. അടുത്തൊരു വർഷത്തിനകം 1 കോടി യുവാക്കൾക്ക് AI വൈദഗ്ധ്യത്തിൽ പരിശീലനം നൽകുമെന്നും പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് യുവജനങ്ങളുടെ ഭാഗത്തു നിന്നും വലിയ പ്രതിഷേധമാണ് കേന്ദ്ര സർക്കാർ നേരിട്ടത്. അതിൻ്റെ കൂടി സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഈ പ്രഖ്യാപനം വന്നിരിക്കുന്നത്. അടുത്തത് ഓണത്തോടനുബന്ധിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഉത്സവ ആനുകൂല്യ പ്രഖ്യാപനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഓണത്തിന് സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും 4500 രൂപ ബോണസ് അനുവദിച്ചിട്ടുണ്ട് സർക്കാർ. ബോണസിന് അർഹതയില്ലാത്തവർക്ക് പ്രത്യേക ഉത്സവബത്തയായി 3000 രൂപ ലഭിക്കും. സർവീസ് പെൻഷൻകാരുടെ പ്രത്യേക ഉത്സവബത്ത 1250 രൂപയാണ്. പങ്കാളിത്ത പെൻഷൻ പദ്ധതി പ്രകാരം വിരമിച്ച പെൻഷൻകാർക്കും പ്രത്യേക ഉത്സവബത്ത ലഭിക്കും. ഉത്സവബത്ത വിതരണം ഓഗസ്റ്റ് 17 മുതൽ ആരംഭിക്കും. സർക്കാർ ജീവനക്കാർക്കും 20,000 രൂപയും പാർട്ട് ടൈം കണ്ടിൻജന്റ് ഉൾപ്പെടെയുള്ള മറ്റ് ജീവനക്കാർക്ക് അഡ്വാൻസ് 6000 രൂപയുമാണ് അനുവദിച്ചിരിക്കുന്നത്. മറ്റൊരു ഉത്തരവും പുറത്തു വന്നിട്ടുണ്ട്. കിടപ്പ് രോഗികളെയും ഭിന്നശേഷിക്കാരെയും പരിചരിക്കുന്നവർക്കായി സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കി വരുന്ന ആശ്വാസകിരണം പദ്ധതിയുടെ പ്രതിമാസ ധനസഹായം 600 രൂപയിൽ നിന്ന് 1000 രൂപയായി വർദ്ധിപ്പിച്ചു. ഇത് സംബന്ധിച്ച് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. സാമൂഹ്യ സുരക്ഷാ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടറുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് ഉത്തരവ്. നേരത്തെ UDF സർക്കാരിന്റെ ബജറ്റിൽ ഇക്കാര്യം പ്രഖ്യാപിച്ചിരുന്നു. പരിഷ്കരിച്ച നിരക്കിന് വെള്ളിയാഴ്ച മുതൽ പ്രാബല്യമുണ്ടായിരിക്കും. തീവ്രമായ ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർ, 100% ഭിന്നശേഷിയുള്ളവർ, കിടപ്പിലായ രോഗികൾ, ക്യാൻസർ, ഓട്ടിസം, സെറിബ്രൽ പാൾസി തുടങ്ങിയ രോഗബാധിതർ, വയോജന രോഗികൾ എന്നിവരെ പരിചരിക്കുന്നവർക്കാണ് ആശ്വാസകിരണം പദ്ധതിയുടെ ധനസഹായം നൽകുന്നത്. സംസ്ഥാന ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ 17-ാം തീയതി മുതൽ വിതരണം ചെയ്യുന്ന സാഹചര്യത്തിൽ 62 ലക്ഷത്തോളം വരുന്ന സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് ജീവനക്കാർക്കുള്ള ഓണമാസത്തെ ക്ഷേമ പെൻഷൻ തുകയുടെ പ്രഖ്യാപനം തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ സർക്കാർ ഭാഗത്തു നിന്നും പുറത്തുവരും. കഴിഞ്ഞ ഓണത്തിന് 2 ഗഡു പെൻഷൻ തുകയാണ് ഗുണഭോക്താക്കൾക്ക് ലഭിച്ചത്. എന്നാൽ നിലവിൽ കുടിശ്ശിക ഒന്നുമില്ലാത്തതിനാൽ അടുത്ത മാസത്തിലെ പെൻഷൻ അഡ്വാൻസായി ഓഗസ്റ്റ് മാസത്തെ പെൻഷനോടൊപ്പം വിതരണം ചെയ്താൽ മാത്രമേ 2 ഗഡു പെൻഷനായ 4000 രൂപ ഗുണഭോക്താക്കളിലേക്ക് എത്തുകയുള്ളൂ. അതിനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ. എന്തായാലും ചൊവ്വാഴ്ചയോടുകൂടി ഇക്കാര്യത്തിലൊരു വ്യക്തത വരും. വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം കിടപ്പ് രോഗികൾക്ക് മാത്രം കൈകളിലേക്ക് നൽകി ബാക്കിയുള്ളവർക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ലഭിക്കുന്ന രീതിയിലേക്ക് മാറുന്നതിനുള്ള ഉത്തരവൊക്കെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. എന്നാൽ ഈ മാസത്തെ പെൻഷൻ സാധാരണ പോലെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കുമൊക്കെ ലഭിക്കുന്നതാണ്. ക്ഷേമ പെൻഷൻ വിതരണ ഉത്തരവ് സർക്കാർ ഭാഗത്തു നിന്നും വരുമ്പോൾ തന്നെ നിങ്ങളെ അറിയിക്കുന്നതാണ്. എല്ലാവിധ സർക്കാർ ആനുകൂല്യ അറിയിപ്പുകളുടെയും ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.